ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ പച്ചക്കറി കൃഷികളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ കണ്ടാലോ. കൃഷിയുള്ള പച്ചക്കറിത്തോട്ടം. അതെ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പച്ചക്കറികളുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാലോ. ഇതുണ്ടോ, ഇത് നമ്മുടെ ഇവിടെ ഞങ്ങൾ അച്ചിങ്ങാപ്പയർ എന്ന് പറയേ. വേറുള്ളവരെന്താ പറയണമെന്ന് അറിയത്തില്ല. വള്ളിപ്പയറെന്ന് പറയും, അങ്ങനെ പറയും. വള്ളിപ്പയറോ ഡിസ്കോ പയർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്ന് തോന്നുന്നു. അച്ചിങ്ങാപ്പയർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതുണ്ടോ, അത് നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കുറച്ച് പറിച്ചെടുത്തായിരുന്നേ. അപ്പം അതിന് ഞങ്ങൾ വീഡിയോ പിടിക്കുന്നതിന് തൊട്ട് മുമ്പ് മമ്മി ഇത് വന്ന് പറിച്ചെടുത്തായിരുന്നു. അപ്പം ഇത് കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ പയർ. ധാരാളം ഉണ്ടായി വരുന്നുണ്ട് ഇവർ അവന്മാർ. ഇതിങ്ങനെ ഈ ഒരു നേരം മുഴുവൻ നമ്മുടെ പച്ചക്കറി. ഇത് പയറിൻ്റെ സെക്ഷനാണ് കേട്ടോ, പയർ. പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളിയാണ്. ഇത് നമ്മുടെ നാടൻ തക്കാളിയാണ് കേട്ടോ. ഒരെണ്ണം പഴുത്ത് നിൽപ്പുണ്ട്, പച്ച ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ചുറ്റിനും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല വെയിൽ, പക്ഷെ നമ്മൾ എന്നും നനയ്ക്കുന്നൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അത് കാരണം വലിയ തരക്കേടില്ലാണ്ട് പോണു. പിന്നെ നമ്മുടെ പാവലുകളാണത്. ഇഷ്ടം പോലെ പാവയ്ക്ക ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഡിസ്കോപ്പറല്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നട്ടിരിക്കുന്നത് എന്നാണെന്നറിയാം, നമ്മുടെ നാടൻ പയറില്ലേ, ഈ കണ്ടത്തിലൊക്കെ നടന്ന കൂട്ടുള്ള നാടൻ പയറുകൾ. അതാണ് കുറച്ച് ചോടിങ്ങനെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പാവയ്ക്ക കെട്ടിയിട്ടിരിക്കുന്നതാണ്. അടുത്തത് നമ്മുടെ കോവലാണ് കേട്ടോ. കോവൽ, ഇത് 2 സൈസുള്ള കോവൽ ഇവിടെ നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ കോവലാണ് നട്ടിരിക്കുന്നത്. കോവയ്ക്ക കുഞ്ഞിതുണ്ടായി വരുന്നുണ്ട്. ഇതുണ്ടോ, കുഞ്ഞിതുണ്ടായി വരുന്നുണ്ട്. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുണ്ടോ, ഇത് പിന്നെ ഈ ഒരു സൈസ് മുഴുത്ത് ഉരുണ്ടിരിക്കും. കുറച്ച് അരിയൊക്കെ ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ലേ. പിന്നെ ഇത് നമ്മുടെ വെണ്ടയാണ് കേട്ടോ. ഇതുണ്ടോ, വയലറ്റ് വെണ്ടയുണ്ടേ. അവനെ ഒരെണ്ണയുണ്ടല്ലോ, ഒരെണ്ണം കുഞ്ഞായിട്ടുണ്ടായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടൻ വെണ്ട, പച്ചവെണ്ട, അതിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് പക്ഷേ ഈ വെണ്ടയ്ക്കാട് ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇവരുണ്ടായി തുടങ്ങി അങ്ങ് പടപടേന്നുണ്ടാകും. നമ്മളപ്പം നോക്കി കട്ട് ചെയ്തില്ലേ, അപ്പോഴത്തന്നെ ഇത് മൂത്ത് പോകും. പിന്നെ ഇത് നമ്മുടെ വെള്ള വെണ്ടയാണ് കേട്ടോ. ഒരു അത്ര പച്ചയല്ല, വെളുത്ത ഒരു കളർ ഷേപ്പുള്ള അത്. ഇവന് ഒരെണ്ണേ ഉള്ളൂ, കുഞ്ഞിതുണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ പച്ചക്കറി തോട്ടം. പിന്നെ ഇത് പിന്നെ നമ്മുടെ കാന്താരി, അങ്ങനെയുള്ള പച്ചമുളകുകൾ, വെള്ളമുളകൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ ഉണ്ടോ. വെള്ളമുളക് അപ്പുറത്തെ സൈഡാണ്, അപ്പോൾ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ്. അല്ലാണ്ട് നമ്മൾ മുകളിൽ പടവലം നട്ടിട്ടുണ്ട്, പക്ഷേ നട്ടതേ ഉള്ളേ. അപ്പോൾ അതുകൊണ്ട് നമുക്കവനെ കായ ഉണ്ടായിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ കൃഷികളൊക്കെ നമ്മുടെ ഉള്ള കുറച്ച് സ്ഥലത്ത് ചെയ്യുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് നമുക്ക് കമൻറ്റ് ചെയ്യണേ. നമ്മളിങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾക്ക് നിത്യേന കറികൾ വയ്ക്കാനുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ തന്നെ, സബ്സ്ക്രൈബ് തന്നെ. ഓക്കെ, ബൈ ബൈ, സീ യു.